ഹായ് ഓൾ, വെൽക്കം അഗൈൻ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ടൺ എഫക്റ്റ് ആണ്. റൈറ്റ്, കോംപ്ടൺ എഫക്റ്റ്. സോ വി ആർ ഗോയിങ് ഫോർ ദി ഫർദർ കൺഫർമേഷൻ ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ. നമ്മൾ ഫോട്ടോണിൻ്റെ എക്സിസ്റ്റൻസിനുള്ള ഫർദർ കൺഫർമേഷനിലേക്ക് പോവാം. അതിന് ഒരു എക്സാമ്പിളാണ് കോംപ്ടൺ എഫക്റ്റ്. അവിടെ നടക്കുന്നത് എത്രയേ ഉള്ളൂ, ഇത് കാണാൻ പറ്റും. ഇതിവിടെ റോസ് കളറിൽ ഇത് ഇലക്ട്രോൺ ആണ്. ലബോറട്ടറി ഫ്രെയിമിൽ റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ റെസ്റ്റിലുള്ള ഇലക്ട്രോണിന്റെ നേരെ എക്സ്റേ ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യും, കൊളൈഡ് ചെയ്യും. റൈറ്റ്, അപ്പോൾ ദിസ് ഇസ് എ ഇൻസിഡന്റ് ഫോട്ടോൺ. എക്സ്റേ ഫോട്ടോൺ ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക, പറയാം. അപ്പോൾ ആ എക്സ്റേ ഫോട്ടോൺ, തീർച്ചയായിട്ടും ആ എക്സ്റേ ഫോട്ടോൺ എനർജി എങ്ങനെയാണ് കാണുക നമുക്കറിയാം. ഈ h nu ആണ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി ഈ കിട്ടുന്നതാണ് h nu ആണ്. ന്യൂ ഫ്രീക്വൻസി ആണ് അതിനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോൺ വന്നിട്ട് റസ്റ്റിലായത് കൊണ്ടാണ് ഈ ഇലക്ട്രോണിന്റെ മൊമെന്റ് എത്രയാണ്, 0 ആണ്. ബിക്കോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് അറ്റ് റസ്റ്റ് ലാബ് ഫ്രെയിം, ലബോറട്ടറി ഫ്രെയിം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റസ്റ്റിലുള്ള ഇലക്ട്രോണിനെ ഫോട്ടോൺ വന്ന് കൊളൈഡ് ചെയ്യും, ശരിയല്ലേ? അപ്പൊ ലൈറ്റിന്റെ ഇത് പാർട്ടിക്കിൾ നേച്ചർ കാരണം ഇങ്ങനെ ഹിറ്റ് ചെയ്യും. അത് രണ്ടെന്താവും, രണ്ട് ഡയറക്ഷനിൽ സ്കാറ്റേർഡ് ചെയ്യുകയും ചെയ്യും. റൈറ്റ്, അത് കാണാൻ പറ്റും. ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്തിട്ട് ഇത് രണ്ട് ബോൾ കൂട്ടിമുട്ടിയിട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യുന്ന പോലെ ഫോട്ടോൺ ഒരു ഡയറക്ഷനിലേക്ക് സ്കാറ്റേർഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോൺ ഒരു നേരത്തെ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഡയറക്ഷൻ, അതാണ് ഈ ഡോട്ടഡ് ലൈൻ, ശരിയല്ലേ? ആ ഡയറക്ഷനിലേക്കല്ലേ വന്നത്. അവിടുന്ന് ഒരു തീറ്റ ആംഗിളില് ഇലക്ട്രോണും സ്കാറ്റേർഡ് ആയി, അവിടുന്ന് ഒരു ഫൈ ആംഗിളില് ഫോട്ടോൺ, എക്സ്റേ ഫോട്ടോണും സ്കാറ്റേർഡ് ആയിട്ടുണ്ട്. Now listen, ഇതിന്റെ എനർജി h nu ആണ്. അപ്പൊ തീർച്ചയായിട്ടും വന്ന് ഇതിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു എനർജി ഈ വന്നിരിക്കുന്ന ഫോട്ടോണ്, അതായത് എക്സ്റേ ഫോട്ടോൺ എനർജി കുറച്ച് ആർക്ക് കൊടുക്കും, ഇലക്ട്രോൺ കൊടുക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്ത് മൂവ് ചെയ്തത്, അല്ലേ? അപ്പൊ അങ്ങനെ കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോൺ വരുന്ന ഫോട്ടോണിന്റെ ലൈറ്റിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. നേരത്തെ ന്യൂ ആയിരുന്നു, ഇപ്പൊ അത് ചേഞ്ച് ചെയ്തു. എത്രയാണ്, ന്യൂ ഡാഷ് ആണ്. അതുകൊണ്ട് സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ എനർജി എന്താണ്, E ഈക്വൽ ടു h nu ഡാഷ് ആണ്. കുഴപ്പമില്ലല്ലോ, ഫ്രീക്വൻസി മാറും. ഓക്കെ, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, വേവ്ലെങ്ത് കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അല്ല എന്താ, ഇയാൾ വന്ന് ഇയാളെ ഹിറ്റ് ചെയ്യുമ്പോൾ എനർജിയാ കൊടുത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും സ്കാറ്റേർഡ് ഫോട്ടോണിന് ഇൻസിഡന്റിനേക്കാളും എനർജി കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറവായിരിക്കണം. ഫ്രീക്വൻസി കുറവാണ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുതലായിരിക്കണം, ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്കാൾ വേവ് ലെങ്ത് ഇവിടെ കൂട്ടി വരച്ചത്. ഫ്രീക്വൻസി കുറവാണ്, എനർജി കുറവാണ് വരുന്നതിനേക്കാൾ. റൈറ്റ്, അപ്പൊ ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത ആംഗിളാണ് ഫൈ, ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്ത ആംഗിൾ തീറ്റ. ഇതൊന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കണേ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബോർഡ് മുഴുവനായിട്ട് ഡെറിവേഷൻ ചെയ്യാൻ ഉപയോഗിക്കും. വലിയ ഡെറിവേഷൻ ആണ്, ഈസിയാണ്. പക്ഷെങ്കിൽ ബോർഡ് മുഴുവൻ എനിക്ക് വേണം. അപ്പൊ ചിത്രം ഞാൻ ഒന്ന് സൈഡാക്കിയിട്ട് അതിൻ്റെ ഒരു മോഡൽ കൊടുക്കും. റൈറ്റ്, സോ റിമെമ്പർ ദിസ് ഫിഗർ ഇൻ മൈൻഡ്. സോ സ്കാറ്റർ ചെയ്ത ശേഷം തീർച്ചയായിട്ടും ഇലക്ട്രോണിന്റെ മൊമെന്റം ഉണ്ട്, അല്ലേ? അപ്പൊ നേരത്തെ റെസ്റ്റ് ആയിരുന്നു, 0 ആയിരുന്നു. അത് എത്ര ആയിട്ടുണ്ട്, p ആയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എനർജി നമുക്കറിയാം. റിലേറ്റിവിസ്റ്റിക്കിൽ നമുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട്. E ഈക്വൽ ടു റൂട്ട് ഓഫ് m² c⁴ പ്ലസ് p² c². ഓക്കെ, നൗ ലിസൺ. ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു, കുറച്ച് എനർജി ഇലക്ട്രോൺ കൊടുത്തു, ഫോട്ടോൺ ഇതും സ്കാറ്റേർഡ് ആയിപ്പോയി. അപ്പോ ഇവിടെ ഇലക്ട്രോണ് കിട്ടിയ എനർജി എത്രയാ? ഇലക്ട്രോണ് കിട്ടിയ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. അത് എത്രയാ വരിക? അത് ഈ ഫോട്ടോണിന്റെ എനർജിയിൽ വന്ന ഡിഫറൻസ് ആയിരിക്കില്ലേ, അല്ലേ? h nu എനർജി ഉണ്ടായിരുന്നു, ഇപ്പൊ h nu ഡാഷ് ഉള്ളൂ. അപ്പൊ കുറഞ്ഞു പോയിട്ടുള്ള എനർജി അത് ആർക്ക് കിട്ടിയതാ? ഇലക്ട്രോണ് കിട്ടിയതാ, ശരിയല്ലേ? അപ്പൊ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഫോട്ടോണിന്റെ എനർജിയിൽ വന്ന ചേഞ്ച് h nu ഉണ്ടായിരുന്നു, അതിപ്പോ എത്രയാണ്? h nu ഡാഷ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാ? h nu മൈനസ് h nu ഡാഷ് ആണ്. അതാണ് നിങ്ങളുടെ ഇലക്ട്രോണിന് കിട്ടിയിരിക്കുന്ന എനർജി, അല്ലെ? ഫോട്ടോണിന്റെ എനർജിയിൽ വന്ന ചേഞ്ച് ആണ് ഇലക്ട്രോണിന് കിട്ടിയിരിക്കുന്ന എനർജി. ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആണ്. റൈറ്റ്, നൗ ലിസൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റിവിസ്റ്റിക്, തേർഡ് സെമസ്റ്റർ മെക്കാനിക്സിന്റെ റിലേറ്റിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്, ഫോട്ടോൺ. ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഇറ്റ്സ് എ മാസ്ലെസ് പാർട്ടിക്കിൾ. ഫോട്ടോൺ മാസ്ലെസ് ആണ്. റസ്റ്റ് മാസ് 0 ആയ പാർട്ടിക്കിൾ ആണ് ആര്? നമ്മുടെ ഫോട്ടോൺ എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ റെസ്റ്റ് മാസ് 0 ആയ പാർട്ടിക്കിളിന്റെ എനർജിയും മൊമെന്റവും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ടോ? E ഈക്വൽ ടു മൊമെന്റം ഇൻറ്റു സി ഈക്വൽ ടു ടി സി. ഓർമ്മയില്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പി ഈക്വൽ ടു എന്ത് എഴുതാം? ഇ ബൈ സി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് ഈ വരുന്ന ഇൻസിഡന്റ് ഫോട്ടോന്റെ മൊമെന്റ് എത്രയായിരിക്കും? പി എത്രയായിരിക്കും? ഇ ബൈ സി. ഇ എത്രയാ? വരുന്ന ഇൻസിഡന്റ് ഫോട്ടോന്റെ ആണ്, എച്ച് ന്യൂ ആണ്. അപ്പൊ ഈ എച്ച് ന്യൂ ആണ് ബൈ സി. റൈറ്റ്. അപ്പൊ വരുന്ന പാർട്ടിക്കിളിന്റെ ഫോട്ടോൺ, ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എക്സ്റേ റേഡിയേഷന്റെ മൊമെന്റം പി ഈക്വൽ ടു എത്രയാണ് കിട്ടിയിട്ടുണ്ട്? എച്ച് ന്യൂ ബൈ സി ആണ്. കുഴപ്പമില്ലല്ലോ, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചു. അപ്പൊ ഈ ചിത്രം ഓർമ്മിച്ച് നോക്കുക. അല്ലെ, എങ്ങനെ കിട്ടിയത്? ഈക്വൽ ടു പി സി ആണ്, അത് പി ഈക്വൽ ടു ഇ ബൈ സി ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇ എത്രയാണ്? എച്ച് ന്യൂ ആണ്. സോ എച്ച് ന്യൂ ബൈ സി ആണ് മൊമെന്റ്. ഓക്കെ, ലിസൺ. ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് വരച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ മൊമെന്റം കണ്ട ഇക്വേഷൻ നമുക്കറിയാം, നോ പ്രോബ്ലം. ഞാനിവിടെ ഈ ഒരു കൊളീഷനില് മൊമെന്റം കൺസേർവ് ആയിരിക്കണമല്ലോ അല്ലേ? അപ്പൊ ഞാൻ കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ 2 ഡയറക്ഷനിലാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോസസ്സ്, ഈ ഒരു കൊളീഷൻ നടക്കുന്നത് ഒരു പ്ലെയിനിലാണ് അല്ലേ? ശരിയല്ലേ? ഇൻസിഡന്റ് ഫോട്ടോണ്, അതുപോലെ സ്കാറ്റേർഡ് ഫോട്ടോണ്, ഇലക്ട്രോൺ ഒക്കെ ഒരു പ്ലെയിനിലാണുള്ളത്. അപ്പൊ 2 ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൊമെന്റം കൺസർവേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് ഫോട്ടോണിന്റെ ഇൻസിഡന്റ് ഡയറക്ഷനും പിന്നെ സ്കാറ്റേർഡ് ചെയ്തിട്ടുള്ള ഫോട്ടോണിന്റെ ഡയറക്ഷനിലും. ഓക്കെ, അപ്പൊ ആ 2 ഡയറക്ഷനിലും, അതായത് ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഡയറക്ഷനിലും സ്കാറ്റേർഡ് ചെയ്ത ഫോട്ടോണിന്റെ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റം ചെക്ക് ചെയ്യാൻ പോവാം. തുടങ്ങട്ടെ എന്നാല്. അപ്പൊ ഞാൻ ചിത്രമൊക്കെ മയക്കും, അത് അവിടെ മൂലക്കിൽ ചെറുതായിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ഇത്രയും സ്ഥലം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസിഡന്റ് ഫോട്ടോൺ, അതിന്റെ മൊമെന്റം പി എത്രയാണ്? എച്ച് ന്യൂ ബൈ സി ആണ്. ശരിയല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, എച്ച് ന്യൂ ബൈ സി ആണല്ലോ. ഇൻസിഡന്റ് ഡയറക്ഷനിൽ ഫോട്ടോണിന്റെ മൊമെന്റ് എച്ച് ന്യൂ ബൈ സി ആണ്. ഇലക്ട്രോണിന് കൊളീഷന് മുമ്പേ മൊമെന്റ് ഉണ്ടോ? ഇല്ല. കൊളീഷന് മുമ്പേ ഇലക്ട്രോൺ റെസ്റ്റ് ഇല്ല, 0 ആണ്. ആർക്ക് മാത്രമേ മൊമെന്റ് ഉള്ളൂ? ഫോട്ടോണ് മാത്രം, എച്ച് ന്യൂ ബൈ സി ആണ്. സ്കാറ്റർ ചെയ്ത ഫോട്ടോണിൽ എത്ര ആംഗിളില്? 5 ആംഗിളില്. ഇത് സ്കാറ്റർ ചെയ്ത ആര്? ഇലക്ട്രോൺ. എത്ര ആംഗിളില്? തീറ്റ. ആഫ്റ്റർ സ്കാറ്ററിങ് ഇലക്ട്രോണിന്റെ മൊമെന്റം 0യിൽ നിന്ന് എത്രയായി മാറി? പി ആയിട്ട് മാറി. അതാണ് ഇ പി. അതേപോലെ സ്കാറ്ററിംഗിന് ശേഷം ഫോട്ടോന്റെ എനർജി എച്ച് ന്യൂ ഡാഷ് ആണ്. മൊമെന്റ് എങ്ങനെയാണ്? ഇ ബൈ സി ചെയ്താൽ പോരെ, ഇ ബൈ സി ചെയ്താൽ പോരെ. അപ്പൊ മൊമെന്റം വേണേ ഇവിടെ നമുക്ക് മൊമെന്റം പി കിട്ടുന്നത് ഏതാ? എച്ച് ന്യൂ ഡാഷ് ബൈ സി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോണിന്റെ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ മൊമെന്റം എച്ച് ന്യൂ ഡാഷ് ബൈ സി, ഇലക്ട്രോണിന്റെ പി യു ആണ്. റെഡി അല്ലേ? ഈ എച്ച് ന്യൂ ഡാഷ് ബൈ സീന നമുക്ക് 2 കമ്പണന്റ് ആക്കാം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ഫോട്ടോണും സ്കാറ്റേർഡ് ഫോട്ടോൺ ഡയറക്ഷൻ. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് 2 കമ്പണന്റ് ആക്കാം. നമ്മൾ സാധാരണ ചെയ്യണം, ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ കോസും സൈനും സ്പ്ലിറ്റ് ചെയ്യാറില്ല. അപ്പോ ഈ ഇൻസിഡന്റ് ഫോട്ടോയുടെ ഡയറക്ഷന്റെ കമ്പണന്റ് ഏതായിരിക്കും? വെക്ടർ എച്ച് ന്യൂ ഡാഷ് ബൈ സി ആണ്, മൊമെന്റ് ആണ്, വെക്ടർ ആണ്. അതിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പണന്റ് എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു കോസ് വൈ ആണ് അല്ലെ? ഇനി ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ കമ്പണന്റ് ഇവിടെ അത് ഞാൻ മാറ്റി ഇവിടെ വരച്ചിട്ടുണ്ട്. ഏതാണ്? സൈൻ കമ്പണന്റ് ആയിരിക്കും, എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു സൈൻ ഫൈ. അതുപോലെ ഇലക്ട്രോൺ ഇതാണ്, മൊമെന്റം പി ആണ് അല്ലെ? അതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പണന്റ് എന്തായിരിക്കും? പി കോസ് തീറ്റ, പി കോസ് തീറ്റ. ഇനി അതിന് നോർമല് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പണന്റ് അത് ഇവിടെ വരച്ചിട്ടുണ്ട്. എത്രയായിരിക്കും? പി സൈൻ തീറ്റ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പി എ പി കോസ് തീറ്റ എന്നും പി സൈൻ തീറ്റ എന്നും സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എച്ച് ന്യൂ ഡാഷ് ബൈ സി എ എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു കോസ് ഫൈ എന്നും എച്ച് ന്യൂ ഡാഷ് ബൈ സി ഇൻറ്റു സൈൻ ഫൈ എന്നും സ്പ്ലിറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ചിത്രത്തിന്റെ മൊമെന്റം അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ഡയഗ്രമാണിത്. നമുക്ക് ഈ ചിത്രം ആവശ്യമുള്ളൂ, ഇത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മയക്കാൻ പോവാണ്, പക്ഷെ മനസ്സിൽ വേണം നടന്നത്. റൈറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ഇതില് ഈ ഇക്വേഷൻ ഒക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? എച്ച് ന്യൂ ബൈ സി എന്ന ഇക്വേഷൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മേലേക്ക് മാറ്റി എഴുതാം. അതുപോലെ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ്. റെഡിയാണേ? ഈക്വൽ ടു
ഈസി. ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അവിടെ കിട്ടും. ഞാൻ ലിസൺ, ഞാൻ ആദ്യം ഫോട്ടോണിന്റെ ഡയറക്ഷനിൽ മൊമെന്റം കൺസിഡർ ആണെന്ന് നോക്കാം. രണ്ട് ഡയറക്ഷനിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോണിന്റെ ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയറക്ഷനിലും മൊമെന്റം കൺസിഡർ ആണെന്ന് നോക്കണം. റൈറ്റ്. ഈ കൊളീഷൻ പ്രോസസ് ഇലക്ട്രോണും നമ്മുടെ ഫോട്ടോൺ എക്സ്റേ ഫോട്ടോണും തമ്മിലുള്ള ഈ കൊളീഷൻ പ്രോസസ് അത്ര നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഫോട്ടോണിന്റെ ഡയറക്ഷനിൽ കൊളീഷന് മുമ്പേ ആർക്ക് മാത്രമേ മൊമെന്റ് ഉള്ളൂ? നമ്മുടെ ആർക്ക്? ഫോട്ടോണ് മാത്രമേ മൊമെന്റ് ഉള്ളൂ. അതെന്ത് എഴുതാം? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഒരു ഫോട്ടോ. ഞാൻ ആദ്യം ഫോട്ടോന്റെ ഡയറക്ഷനിൽ മൊമെന്റം കൺസിഡർ ചെയ്യാൻ നോക്കാം അല്ലേ. ഇപ്പൊ ഫോട്ടോന്റെ ഡയറക്ഷനിൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കണം. മൊമെന്റം ബിഫോർ കൊളീഷൻ എത്രയാ? അത് രണ്ടാളല്ലോ, ഫോട്ടോൺ ഇലക്ട്രോൺ. അത് ഫോട്ടോണിന്റെ മൊമെന്റം h/c ആണ് ബിഫോർ കൊളീഷൻ പ്ലസ് ബിഫോർ കൊളീഷൻ ചിത്രം നോക്കുക. ബിഫോർ കൊളീഷൻ ഇലക്ട്രോൺ റെസ്റ്റില, അപ്പൊ അതിന്റെ മൊമെന്റ് 0 ഈക്വൽ. അപ്പൊ ബിഫോർ കൊളീഷൻ മൊമെന്റം കിട്ടി ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ആണ് അല്ലേ. ഈ ഡയറക്ഷനിൽ ഏതാ? ഫോട്ടോന്റെ ഡയറക്ഷനിലാണ് ആ നോക്കുന്നത്. ആ ഡയറക്ഷനിൽ കൊളീഷന് ശേഷമുള്ള മൊമെന്റം ഫോട്ടോന്റെ മൊമെന്റം എത്രയാ? ഈ ഡയറക്ഷനിൽ h/c ഇൻറ്റു cos phi. h/c ഇൻറ്റു cos phi പ്ലസ് ഇലക്ട്രോണിന്റെ മൊമെന്റം കിട്ടി അല്ലെ, p കിട്ടി. ആ പിയില് ഈ ഫോട്ടോണിന്റെ ഡയറക്ഷൻ, ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഡയറക്ഷനിലുള്ള കമ്പണന്റ് എത്രയാണ്? p cos theta ആണ്. p cos theta. റൈറ്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ചുകൊണ്ട് h/c പ്ലസ് 0 എത്ര? h/c അല്ലെ. നമുക്ക് കുറച്ചും കൂടി മാറ്റി ചെയ്യണം. റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോ ദിസ് ഈസ് ദി momentum before collision in the direction of incident photon. ഈ ഏഡിയത്തിലെ ടേം എന്താണ്? This is the total momentum before collision, sorry, after collision in the direction of incident photon. ശരിയല്ലേ? അപ്പോൾ ഇൻസിഡന്റ് ഫോട്ടോയുടെ ഡയറക്ഷനിലുള്ള ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റ് അത് കൺസേർഡ് ആയിരിക്കണമല്ലോ. മൊമെന്റ് കൺസേർഡ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കിട്ടി നമുക്ക്. ശരിയല്ലേ? ഈ ഇക്വേഷൻ ഓർമ്മിച്ചോളൂ കേട്ടോ. നമുക്ക് ഇക്വേഷൻ 1 നോക്കാം. റൈറ്റ്. ഇതാണ് 1. ഓക്കെ, ഇത് ഇക്വേഷൻ 2, ഇത് 1. റെഡിയല്ലേ? കുഴപ്പമില്ല. റൈറ്റ്. ഇനി ഏത് ഡയറക്ഷൻ നോക്കണ്ടേ? അപ്പോ ഇൻസിഡന്റ് ഫോട്ടോയുടെ ഡയറക്ഷൻ നോക്കി. ഇനി അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ നോക്കണം. ഇൻ ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, അത് ഫുൾ ചെയ്യുന്നില്ല. അപ്പൊ മക്കളെ, നമ്മള് ഇനി അപ്പൊ നേരത്തെ ഇൻ ദ ഡയറക്ഷൻ ചെക്ക് ചെയ്ത് ഇനി ഈ ഇൻസിഡന്റ് ഫോട്ടോണിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ മൊമെന്റം കൺസർവേഷൻ ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കണം. ശരിയല്ലേ? മൊമെന്റം ബിഫോർ കൊളീഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൊമെന്റ് ഉണ്ടോ? ഇല്ല. ഫോട്ടോൺ വന്ന് ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഈ ഡയറക്ഷനിലാണ് ഫോട്ടോണിന്റെ മൊമെന്റം. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൊമെന്റ് ഇല്ല, 0. ഇലക്ട്രോൺ ഓൾറെഡി റെസ്റ്റ് ആണ്, 0 ആണ് മൊമെന്റം. അപ്പോ ബിഫോർ കൊളീഷൻ മൊമെന്റ് 0 ആണ്. ഇനി ആഫ്റ്റർ കൊളീഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഫോട്ടോണിന്റെ മൊമെന്റ് എന്താണ്? h/c sin phi. റെഡി അല്ലേ? ഇലക്ട്രോൺ മൊമെന്റ് എന്താണ്? യെസ്, താഴേക്കാണ്. അതുകൊണ്ട് പ്ലസ് അല്ല വരിക. നേരത്തെ പ്ലസ് വന്നത്, ഇവിടെ എന്താ വരിക? മൈനസ് ആണ്. കാരണം ഇവിടെ താഴേക്കാണ് ഡയറക്ഷൻ. p sin theta എങ്ങോട്ടേക്കാണ്? താഴേക്ക്. അപ്പൊ -p sin theta. ശരിയല്ലേ? റൈറ്റ്. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ഇക്വേഷൻ 3. നിങ്ങൾ ഇക്വേഷൻ 2നെയും 3നെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? c കൊണ്ട്. അപ്പൊ ഇതിനെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? h/nu ഈക്വൽ ടു h/nu dash cos phi അല്ലെ. c ക്യാൻസൽ ആയി. പ്ലസ് ഇവിടെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ pc cos theta എന്ന് വരും. റെഡി അല്ലേ? ഇനി മൂന്നാമത്തെ ഇക്വേഷനെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 into c 0 ഈക്വൽ ടു h/nu dash by c into sin phi. c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ h/nu dash sin phi മൈനസ് ഇവിടെ p sin theta. c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ pc sin theta. റെഡി അല്ലേ? ഈ രണ്ട് ഇക്വേഷനും pc cos theta-ക്കും pc sin theta-ക്കും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. റൈറ്റ്. അത് ഞാന് എഴുതാൻ പോണേ. അപ്പൊ pc cos theta എന്താ വരിക? pc cos theta ഈക്വൽ ടു ഈ h/nu dash by cos phi ഇങ്ങോട്ട് എടുത്താൽ പോരെ. അപ്പൊ എന്ത് വരും?
എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ബൈ കോസ് ഫൈ. ശരിയല്ലേ? അപ്പൊ പി സി കോസ് തീറ്റ ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ബൈ കോസ് ഫൈ. അതുപോലെ പി സി സൈൻ തീറ്റ എന്താ വരിക? ഈ പി സി നേരെ ഇപ്പെടുത്താൻ പോലെ അപ്പൊ പ്ലസ് പി സി സൈൻ തീറ്റ. പി സി സൈൻ തീറ്റ ഈക്വൽ ടു വരും എച്ച് ന്യൂ ഡാഷ് ബൈ എച്ച് ന്യൂ ഡാഷ് സൈൻ ഫൈ. ശരിയല്ലേ? നേരെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. രണ്ടാമത്തെ ഇക്വേഷൻ കഴിഞ്ഞു. ഇതാണ് ഇക്വേഷൻ 4. സോറി എത്രയായിരുന്നു? 4. ഇത് 5. റൈറ്റ്. ഇനി ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ്. ഇത് ആവശ്യമില്ല. ഇനി ചെയ്യേണ്ട കാര്യം സിമ്പിളാണ്. നിങ്ങൾ 4ാമത്തെ ഇക്വേഷന് സ്ക്വയർ ചെയ്യുക, 5ാമത്തെ ഇക്വേഷന് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഞാൻ ആദ്യം 4ാമത്തെ ഇക്വേഷന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുന്ന മാത്രമാണ്. അപ്പം എന്ത് വരും? ഈ സ്ക്വയർ ചെയ്താട്ടെ എന്താ വരിക? പി സി കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ പി സ്ക്വയർ സി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഇവിടെ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈയുടെ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അടുത്ത 5ാമത്തെ ഇക്വേഷന് സ്ക്വയർ എന്താ വരിക? പി സ്ക്വയർ സി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ സൈൻ സ്ക്വയർ. ശരിയല്ലേ? ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ. അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സ്ക്വയർ. ഓക്കെ, റൈറ്റ്. നമുക്ക് ബ്രാക്കറ്റ് എഴുതാം, അല്ലെ സൈൻ സ്ക്വയർ ഫൈൻ എഴുതാം. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഏതെങ്കിലും നോ മാറ്റർ. റൈറ്റ്. ഇനി ഇവിടെ പോയി ഈ 2 ഇക്വേഷനും ആഡ് ചെയ്യാം. ഓക്കെ, ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പി സ്ക്വയർ സി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. പി സ്ക്വയർ സി സ്ക്വയർ 2 കോമൺ അല്ലേ? അതിനെ പുറത്തെടുത്തു. ബ്രാക്കറ്റിനുള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 യെസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എന്താ? എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab ന്യൂ ഡാഷ് കോസ് ഫൈ പ്ലസ് ഏത് വരും? ഇതിന്റെ സ്ക്വയർ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. ശരിയല്ലേ? റൈറ്റ്. പ്ലസ് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ. ഇത് 2 ആഡ് ചെയ്യല്ലേ വേണ്ടേ? അല്ലേ? ഈ ഇക്വേഷൻ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി സ്ക്വയർ സി സ്ക്വയർ. ഇനി ഈ സൈഡ് ആഡ് ചെയ്യാണ്. ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് ഞാൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. പ്ലസ് ഇനി ഏതുണ്ട്? ഈ ടേം സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. ശരിയല്ലേ? റൈറ്റ്. ശ്രദ്ധിക്കുക, ഈ അണ്ടർലൈൻ ചെയ്ത ടേം ശ്രദ്ധിക്കുക. അവിടെ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ കോസ് സ്ക്വയർ ഫൈയും എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈയും. അപ്പൊ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ കോമൺ അല്ലേ? അത് പുറത്തേക്ക് എടുത്താൽ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ മാത്രം. അങ്ങനെയാണെങ്കിൽ എന്റെ ഇക്വേഷൻ ഞാൻ മാറ്റി നോക്കിക്കോളെ. ഇപ്പുറത്ത് പി സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു എച്ച് ന്യൂ ഓൾ സ്ക്വയർ. ഓക്കെ, മൈനസ് 2 എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈ കോസ് ഫൈ പ്ലസ് ഈ 2 ടേമിൽ എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ പുറത്തെടുത്താൽ കോസ് സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ ഫൈ കൂട്ടി 1 ആയി. അപ്പൊ ബാക്കി ആര്? എച്ച് ന്യൂ ഡാഷ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. ഫൈൻ. ഈ അതിപ്പോ തീറ്റ എന്ന് പറഞ്ഞ ടേം ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. അപ്പൊ തീറ്റ ക്യാൻസൽ ആയി. റൈറ്റ്. അപ്പൊ 5 ടേം മാത്രമേ എഴുതുക, കോസ് ഫൈ. ഓക്കെ, ഈ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ,